കഴിഞ്ഞ 10 വർഷം കേരളം കണ്ട അത്യുജ്വലമായ സമരങ്ങളിൽ ഒന്നായിരുന്നു ഗവർണർക്കെതിരെയുള്ള സമരം. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള സംഘപരിവാറിൻ്റെ അജണ്ട കേരളത്തിലെ സർവകലാശാലകളിൽ അടിച്ചേൽപ്പിക്കാനുള്ള, പിൻവാതിലൂടെ തിരികെ കയറ്റാനുള്ള ഗവർണറുടെ എല്ലാ ശ്രമങ്ങളും ചെറുത്തു തോൽപ്പിക്കുകയായിരുന്നു കേരളത്തിൽ പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. വലിയ സമരങ്ങൾ നടന്നു. SFI ആണ് മുന്നിൽ നിന്നത്. കാലിക്കറ്റ് സർവകലാശാലയിൽ, കേരള സർവകലാശാലയിലൊക്കെ നാം അത് കണ്ടതാണ്. അത് പൂർണ്ണമായി വിജയിച്ചോ ഇല്ലയോ എന്നത് മറ്റൊരു കാര്യം. പക്ഷേ ചെറുത്തുനിൽപ്പുണ്ടായിരുന്നു. കേന്ദ്ര സർക്കാരിനെതിരെ, സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ, സംഘപരിവാർ അജണ്ടയ്ക്കെതിരെ വലിയ ചെറുത്തുനിൽപ്പ് കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നു. എത്രയോ വിദ്യാർത്ഥികൾ ജയിലിൽ കിടക്കേണ്ടി വന്നു. അവർക്ക് അവരുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ വന്നു. കേരള സർവകലാശാലയിൽ ഗവർണർ VCയെ ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുത്തു, ജീവനക്കാർക്കെതിരെ നടപടിയെടുത്തു. അപ്പോഴും ചെറുത്തുനിൽപ്പ് നടന്നു കേരളത്തിൽ എന്നത് കേരളത്തിൻ്റെ ചരിത്രമാണ്. എന്തിനാണ് ഇതൊക്കെ നടന്നത്? എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയും ഗവർണറും ഏറ്റുമുട്ടിയത് കേരളത്തിൽ? എന്തുകൊണ്ടാണ് സർവകലാശാലയിലെ VC നിയമനവുമായി ബന്ധപ്പെട്ട് നീണ്ട നിയമയുദ്ധം നടന്നത് കേരളത്തിൽ? നിയമസഭയിൽ എത്ര ബില്ല് കൊണ്ടുവന്നു? ഗവർണർ പിടിച്ചുവെച്ച ബില്ലുകൾ രാഷ്ട്രപതിയുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള സമരം കേരളത്തിൽ നടന്നില്ലേ? കേരളം കണ്ടില്ലേ? അന്നൊക്കെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നില്ല കേരള സർക്കാർ. സംഘപരിവാറിൻ്റെ അജണ്ടയ്ക്കെതിരെ നിതാന്ത ജാഗ്രതയോടെ കാത്തുനിന്ന് ചെറുത്തു തോൽപ്പിക്കാൻ കഴിയുന്ന ഇടങ്ങളിലെല്ലാം പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിഞ്ഞിരുന്നു LDFന്, SFIക്ക്, DYFIക്ക്, കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക്. LDF മാറി, UDF വന്നു. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? MG സർവകലാശാല മാത്രം എടുത്താൽ മതി. MG സർവകലാശാലയിൽ BJPയുടെ സെനറ്റ് അംഗങ്ങളെ കുത്തി നിറച്ചിരിക്കുന്നു ഗവർണർ. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കോൺഗ്രസിന്റെ റോജി M. ജോൺ ഒരക്ഷരം മിണ്ടുന്നില്ല ഗവർണർക്കെതിരെ. ഗവർണറുടെ നടപടി തെറ്റാണ് എന്ന് പോലും ഒന്ന് അപലപിക്കാൻ പോലും തയ്യാറാകുന്നില്ല. മുട്ടുമടക്കിയിരിക്കുന്നു ഗവർണറുടെ മുന്നിൽ, സംഘപരിവാറിന്റെ മുന്നിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. മുൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R. ബിന്ദു ഗവർണർക്കെതിരെ നിരന്തരം മാധ്യമങ്ങളോട് സംസാരിക്കുകയും ഗവർണർക്കെതിരെ സർക്കാർ തലത്തിൽ തന്നെ നിയമയുദ്ധം നടത്തുകയും ചെയ്തത് നാം കണ്ടതാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണത്തിന് എതിരെ. പക്ഷെ ഇന്ന് നിശബ്ദമാണ്. ഒരു കോൺഗ്രസ് മന്ത്രിമാരും മിണ്ടുന്നില്ല. മുസ്ലിം ലീഗിന്റെ മന്ത്രിമാർ ഒരക്ഷരം ശബ്ദിക്കുന്നില്ല. KPCC യോഗം നടന്നു കഴിഞ്ഞ ദിവസം. ഒരു പ്രമേയം പോലും പാസാക്കിയില്ല ഗവർണറുടെ നടപടി തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട്. എന്തിനേറെ പറയുന്നു, എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പ്രതിപക്ഷ നേതാവായിരിക്കെ മാധ്യമങ്ങളെ കണ്ട നമ്മുടെ പ്രിയപ്പെട്ട VD സതീശൻ എന്ന മുഖ്യമന്ത്രി ഇപ്പോൾ മിണ്ടുന്നില്ല. ഒരു വാർത്താക്കുറിപ്പ് പോലും ഇറക്കുന്നില്ല ഗവർണർക്ക് എതിരെ. 30 സെനറ്റ് അംഗങ്ങളിൽ 19 പേരെയാണ്, സംഘപരിവാർ അനുകൂലികളായ 19 പേരെയാണ് ഗവർണർ നോമിനേറ്റ് ചെയ്തത്. അതിൽ BJPയുടെ ദേശീയ നിർവാഹക സമിതി അംഗം പോലുമുണ്ട്. എന്ന് വെച്ചാൽ കൃത്യം രാഷ്ട്രീയ നിയമനം. ഒരക്ഷരം മിണ്ടുന്നില്ല കേരളത്തിലെ സർക്കാർ. കേരളത്തിലെ സർവകലാശാലകളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി രൂപീകരിച്ച സംരക്ഷണ സമിതിയുണ്ട്. സുസിക്കാറാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ശശികുമാർ ഒക്കെയുണ്ട്. പക്ഷേ മിണ്ടുന്നില്ല. എവിടെ പോയി? അവരൊക്കെ സംഘപരിവാറിന് മുന്നിൽ, BJPക്ക് മുന്നിൽ വാലും ചുരുട്ടി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് പോകട്ടെ. അതുമാത്രമല്ല, ഇവർ തമ്മിൽ, BJPയും കോൺഗ്രസും തമ്മിൽ ധാരണയുണ്ട്, തെളിവുണ്ട്. MG സർവകലാശാലയിലേക്ക് വൈസ് ചാൻസലറെ നിയമിക്കണം. അതിനുവേണ്ടി സെർച്ച് കമ്മിറ്റി രൂപീകരിക്കണം. സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ സെനറ്റ് യോഗം ചേരാൻ തീരുമാനിച്ചു 26-ന്. 25-ന് MG സർവകലാശാലയിൽ ഒരു പരിപാടിയിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി M. ജോൺ, കോൺഗ്രസിന്റെ നേതാവ്, അവിടെ എത്തുന്നു. ഗവർണറും അവിടെ എത്തുന്നു. രണ്ടുപേരും ചർച്ച നടത്തുന്നു. 25-ാം തീയതി വൈകുന്നേരമാണ് ഗവർണറും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോണും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത്. 26-ാം തീയതി നടക്കേണ്ട സെനറ്റ് വേണ്ടെന്ന് വെക്കുന്നു. തൊട്ടു പിന്നാലെ സംഘപരിവാർ അധ്യാപക സംഘടനയുടെ സ്ഥാപക നേതാവിനെ MG സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിക്കുന്നു. അദ്ദേഹത്തിന്റെ പേര് D. മാവൂദ്. ഒരക്ഷരം മിണ്ടുന്നില്ല. എവിടെയും ഒരു പ്രതിഷേധവും ഉയരുന്നില്ല. ഇപ്പോൾ ഇടതുപക്ഷ സംഘടനാ പ്രവർത്തകരും നേതാക്കളുമൊക്കെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. എവിടെ പോയി കേരളത്തിലെ സർക്കാർ? സംഘപരിവാറിനെതിരെ, സംഘപരിവാറിന്റെ വർഗീയ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കും.
വെള്ളാപ്പള്ളി നടേശൻ എന്തോ പറഞ്ഞു എന്ന് കരുതി വർഗീയ വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കും എന്നൊക്കെ രാവിലെയും വൈകുന്നേരവും പറഞ്ഞുകൊണ്ടിരുന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എവിടെ? ഒരക്ഷരം മിണ്ടുന്നില്ല. അതൊക്കെ പോകട്ടെ, കോൺഗ്രസിനെ UDF-നെ അധികാരത്തിലേറ്റാൻ, മുസ്ലിം വോട്ടുകൾ ഏകീകരിപ്പിക്കാൻ മുൻനിന്ന് പ്രവർത്തിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളുടെ ശബ്ദം എവിടെയും കേൾക്കാനില്ല. അവരും ഒളിച്ചിരിക്കുന്നു. അവരുടെ ദൗത്യവും പൂർത്തിയായിരിക്കുന്നു. കാരണം കേരളത്തിൽ സംഘപരിവാറിനെ കൊണ്ടുവരിക, അവരെ പ്രതിഷ്ഠിക്കുക എന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെയും അജണ്ടയായിരുന്നോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നത്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ഒരക്ഷരം സംസാരിക്കുന്നില്ല. നേരത്തെ ഗവർണർക്കെതിരെ SFI വലിയ സമരമൊക്കെ നടത്തുമ്പോൾ ഇതൊക്കെ എന്തിന് എന്ന് ചോദിച്ചവരാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അന്ന് MSF-ഉം KSU-വും ABVP-യും ഒന്നിച്ച് സർക്കാരിനെതിരെ സമരം ചെയ്ത അനുഭവം ഉണ്ടായിരുന്നു. ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. സത്യത്തിൽ ധാരണ, പരസ്പര ഐക്യം BJP-യും UDF-ഉം തമ്മിലാണ് എന്ന് ഓരോ ദിവസം കഴിയുന്തോറും തെളിഞ്ഞു വരികയാണ്. ഒരു കാര്യം ഉറപ്പാണ്, കേരളം ഭരിക്കുന്നത് UDF സർക്കാരല്ല, UDF BJP സർക്കാരാണ്.